Meet the editors. ചോദ്യം ഇതാണ്, വിധി തിരിച്ചടിയോ? സുജയ പാർവതി, തെരഞ്ഞെടുപ്പിന് മുൻപിൽ നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന് കനത്ത പ്രഹരം എന്ന തലത്തിൽ നിരീക്ഷണങ്ങൾ വരുന്ന ഈ സുപ്രധാനമായ വിധിയുണ്ടായിരിക്കുന്നത്. 2018 മുതൽ നമുക്ക് മുൻപിലുള്ള ഏകദേശം 27 തവണയാണ് ഇതിനകം ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ 27 തവണ വിതരണം ചെയ്യപ്പെട്ട ഇലക്ട്രൽ ബോണ്ടുകളും അസാധുവാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയല്ലേ? കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് ഈ വിധിയിൽ പറയുന്നില്ല. പക്ഷേ BJPക്ക് തിരിച്ചടി എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലാണ്. കാരണം സമാഹരണം കൂടുതൽ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി കൂടുതൽ പണം എത്തിയിരിക്കുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ്. കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്നതിനേക്കാളും BJP എന്ന പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നിരിക്കുന്നത്. അവർക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ BJPക്ക് മാത്രമാണോ പണം കിട്ടിയിരിക്കുന്നത്? BJPക്ക് മാത്രം അല്ല പണം കിട്ടിയിരിക്കുന്നത് എന്ന ഒരു വസ്തുത കൂടി ഇതിലുണ്ട്. കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷം 171 കോടിയാണ്. തൃണമൂൽ കോൺഗ്രസിന് 325 കോടി, TDPക്ക് 34 കോടി, YSR കോൺഗ്രസിന് 52 കോടി, BJDക്ക് 152 കോടി, DMKക്ക് 185 കോടി, ആം ആദ്മി പാർട്ടിക്ക് 45 കോടി എന്നിങ്ങനെ പോകുന്നു കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ. അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തെ കണക്കുകളും സമാനമായ രീതിയിലുണ്ട്. DMKക്ക് ഇരട്ടിയിലധികം കിട്ടിയ അല്ലെങ്കിൽ കോൺഗ്രസിന് ഇരട്ടിയിലധികം കിട്ടിയതായിരുന്നു 2021-22 വർഷത്തെ കണക്ക്. രാഷ്ട്രീയ കക്ഷികൾക്ക് ധനസമാഹരണത്തിനുള്ള അവസരം എന്ന തരത്തിലാണ് ഫിനാൻസ് ബില്ലിലൂടെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി ബോണ്ട് ഇറക്കുന്നു. 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ബോണ്ട് തുകകൾ ആണ് നിശ്ചയിച്ചിരുന്നത്. ഇത് വാങ്ങുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകാൻ കഴിയും. നികുതി ഇളവ് 100% കിട്ടുന്നതിനാൽ വ്യക്തികളും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും ഒക്കെ വിപുലമായി തന്നെ ഈ അവസരം ഉപയോഗിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതിൽ ഏറ്റവും അവർക്ക് അനുഗ്രഹമായി മാറിയത് ബോണ്ടുകൾ സ്വീകരിക്കുന്നവരുടെ വ്യക്തി വിവരങ്ങൾ തികച്ചും സ്വകാര്യമായി ബാങ്കും സംഭാവന ആർക്കാണോ നൽകുന്നത് ആ രാഷ്ട്രീയ കക്ഷിയും സൂക്ഷിക്കും. ആ രാഷ്ട്രീയ കക്ഷിക്ക് അറിയാൻ കഴിയും ആരുടെ കയ്യിൽ നിന്നാണ് ബോണ്ട് വാങ്ങിയത്, എത്ര തുകയാണ്. പക്ഷേ മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്ക്, എതിർ പാർട്ടിക്ക് അത് അറിയാൻ കഴിയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ സൂക്ഷിക്കുകയും ഈ വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണിത് ചോദ്യം ചെയ്യുന്നത്. ഈ ബോണ്ടുകൾ സ്വന്തമാക്കാനും കൊടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. കാരണം KYC നൽകി ഒരു അക്കൗണ്ട് എടുക്കുക, ആ അക്കൗണ്ട് എടുത്തതിന് ശേഷം സ്ഥാപനത്തിലെ ബോണ്ടുകൾ വാങ്ങുക, അങ്ങനെ വളരെ ക്ലെവറായി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നത്. ഈ ആർക്കൊക്കെ വാങ്ങാൻ, ഞാൻ ഈ പാർട്ടികളുടെ കാര്യം പറഞ്ഞത് 1% 1951 റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് 29A പ്രകാരം ആകെ പോൾ ചെയ്യുന്ന വോട്ടുകളുടെ 1% കിട്ടിയാൽ മതി നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാം. ഏറ്റവും ചെറിയ പാർട്ടിക്കും ബോണ്ടുകൾ വാങ്ങിക്കൂട്ടാം. അതായത് കേരളത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ, രാജ്യത്ത് അങ്ങനെ നോക്കുകയാണെങ്കിൽ CPIM, CPI തുടങ്ങി രാജ്യത്തെ ആകമാനമുള്ള ശരാശരി നോക്കുമ്പോൾ 5% താഴെ വോട്ട് വിഹിതമുള്ള പാർട്ടികൾക്കും ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടാൻ കഴിയും. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആയിരിക്കുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി കൊണ്ടുവരുന്നത്. അതിനായി വരുത്തിയ മാറ്റങ്ങളാണ് ഇത് രാഷ്ട്രീയമായി ചർച്ചാ വിഷയമാക്കിയത്. അതായത് ധനനിയമം, ജനപ്രാതിനിധ്യ നിയമം, ആ 2 നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ ധനബില്ലുകളിലൂടെ നിക്ഷേപ സമാഹരണം നടത്താവുന്ന സ്രോതസ്സായിട്ട് ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന പ്രഖ്യാപനം 2018 വരുന്നു. അതിനുശേഷമുള്ള വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള വരുമാന വർധന അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് BJPക്കാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിൽ കമ്പനീസ് ആക്ടിലും ഒപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്നിവയിലൊക്കെ കൊണ്ടുവന്ന ഭേദഗതി കൂടിയാകുമ്പോഴാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയത്, അത് ആരെ സഹായിക്കാനാണ് എന്നുള്ള ചോദ്യം വരുന്നു. അതിനുശേഷമാണ് CPIM ഒപ്പം സന്നദ്ധ സംഘടനകളും ADR അടക്കമുള്ളവ ഈ പദ്ധതിയുടെ തന്നെ ഒരു ഭരണഘടനാ സാധുത അത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് വരുന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് വന്ന വിധി എന്ന് പറയുന്നത് ഒരു ക്ലിയർ പിക്ചറാണ് തരുന്നത്. ഭരണഘടനാപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, സാധുത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന സംവിധാനം അതങ്ങ് നിർത്തിക്കോളാൻ പറയുന്നു. അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി കൈമാറാൻ പറയുന്നു. ഇതിൻ്റെ കണക്ക് കൂടി പറയാം. 2022-23 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1300 കോടി രൂപയാണ് BJPക്ക് ലഭിച്ചത്. കഴിഞ്ഞ വർഷം മാത്രം, ഒറ്റ വർഷം 2022-23 ഹയസ്റ്റ് വരുന്നത് ഈ കഴിഞ്ഞ വർഷമാണ്. അതിൽ ആകെ കിട്ടിയ 2022-23 സാമ്പത്തിക വർഷത്തിൽ BJP എന്ന പാർട്ടിക്ക് ആകെ കിട്ടിയ സംഭാവന 2120 കോടിയാണ്. അതിൻ്റെ 61% ആണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അവർ സമാഹരിച്ചിരിക്കുന്നത്. അതുകൂടി വരുമ്പോഴാണ് ടോട്ടൽ ആകെ വരുമാനം എന്ന് പറയുന്നത് 2360 കോടിയിലേക്ക് ഉയരുന്നത്. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2021-22 വെച്ച് നോക്കുമ്പോൾ അന്ന് 1917 അത് 2360 ഉയരുന്നു. കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടു ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ എന്നുള്ളതും നമ്മൾ ഇതിനിടയിൽ കണ്ട കാര്യമാണ്. 171 കോടിയാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കോൺഗ്രസിന് കിട്ടുന്നത്. അതായത് BJPക്ക് കിട്ടിയതിൻ്റെ
ഒരു 7 മടങ്ങ് കുറവാണ്, അല്ലെങ്കിൽ 7 ഇരട്ടി BJPക്ക് കിട്ടിയെന്ന് ക്ലിയറായി പറഞ്ഞു വെക്കാം. അപ്പോൾ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പുകളിൽ പണം ചെലവഴിക്കാൻ കഴിയാതെ പോയതിനെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ സംഭാവന കുറഞ്ഞതിനെ പറ്റിയൊക്കെ അവർ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഈ കാലഘട്ടത്തിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. 2021-22 236 കോടി കോൺഗ്രസിന് കിട്ടിയിരുന്നു. പക്ഷേ അത് തൊട്ടടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ 171 കുറയുകയാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണോ എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് കിട്ടുന്ന, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് കിട്ടുന്ന സംഭാവനയിൽ വരുന്ന കുറവ് എന്ന് പറയുന്ന രീതിയിൽ കേന്ദ്രത്തിന് തിരിച്ചടിയാണ് എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്താം. അല്ലാതെ കേന്ദ്രത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് എത്തിയ ഹർജികളിൽ വരുന്ന എതിർവിധി എന്ന തരത്തിലും കേന്ദ്രത്തിന് തിരിച്ചടിയാണെന്ന് പറയാം. ആ രണ്ട് വ്യാഖ്യാനങ്ങൾ ഇതിൽ നിലനിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കള്ളപ്പണം നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന ആ ഒരു വാദം തെറ്റാണെന്ന് തെളിയുകയാണ് ഈ കോടതി വിധിയിലൂടെ എന്നതാണ് അതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. പിന്നെ അറിയാനുള്ള അവകാശം അത് രാഷ്ട്രീയ പാർട്ടികളിൽ BJP മാത്രമല്ല, DMK അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ വലിയ കക്ഷികൾ എന്ന് അവകാശപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും ഈ സംഭാവന വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൽ തട്ടാത്തവരില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആ പാർട്ടികളും അവർക്ക് കിട്ടിയ ഫണ്ട് എത്രയാണ് എന്നതുകൂടി വ്യക്തമാക്കിയത്. അപ്പോൾ BJP മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ട. എല്ലാവരും അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആയിട്ടുണ്ട്. വ്യക്തികളെക്കാൾ സ്വാധീനം ഈ സംഭാവന ചെയ്യുന്ന കമ്പനികൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നേടാൻ കഴിയും എന്ന ഒരു കാര്യം അത് സമർത്ഥിക്കപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് 2017 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 2018 പ്രഖ്യാപിക്കുന്നു. വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധപ്പെടുത്തുന്ന ആ ഒരു ദിവസത്തിനായാണ്. ഓരോരുത്തർക്കും മാർച്ച് 31 ഓരോരുത്തർക്കും എത്ര കിട്ടി, ആരിൽ നിന്നൊക്കെ കിട്ടി, അതിൽ വൻകിട കുത്തക കമ്പനികളുണ്ടോ, അങ്ങനെ കമ്പനികൾ ഇല്ല എങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിന് തിരിച്ചടി എന്ന് പറയുന്നവർക്ക് മറിച്ച് പറയേണ്ട ഘട്ടവും വരും. നിലവിൽ ഇന്നത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ച് അത് BJP എന്ന പാർട്ടിക്കും കേന്ദ്ര സർക്കാരിനുമുള്ള ഒരു മുന്നറിയിപ്പാണ്, തിരിച്ചടിയാണ്. മുന്നറിയിപ്പല്ല, തിരിച്ചടി തന്നെയാണ് എന്നതാണ് എൻ്റെ പക്ഷം. ഇതിൽ ചുരുങ്ങിയത് 3 വാദങ്ങൾ എനിക്ക് ഈ വിഷയത്തിലുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ എന്ന പേരിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന പ്രോമിസറി നോട്ട് എന്ന ആശയം വരുന്നത് 2018 പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെയാണ്, ഒരു ഭേദഗതി അവതരിപ്പിക്കുന്നതിലൂടെയാണ്. ആ ഭേദഗതി അവതരിപ്പിക്കുന്നത് ജനുവരി 29-ാം തീയതിയാണ്. സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ സഹകരണമില്ലാതെ, ഒരു ചർച്ചയുമില്ലാതെ നടപ്പിലാക്കിയ ഒരു മണി ബില്ലായിരുന്നു അത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിനാൻസ് ആക്ടിൽ വരുത്തിയൊരു ഭേദഗതിയാണെങ്കിലും 3 പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. അതിലൊന്ന് IT വകുപ്പിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ്. അത് കോർപ്പറേറ്റുകളുടെ ഇത്തരം സംഭാവനകൾ നൽകുന്നത് റെസിപ്റ്റായി കാണിച്ചാൽ അവരുടെ ടാക്സ് ഇളവിനുള്ള അനുമതി കൊണ്ടുവന്നു. രണ്ടാമത്തത് കൊണ്ടുവന്നത് കമ്പനി നിയമത്തിലാണ്. അതാണ് ഏറ്റവും സുപ്രധാനമായത്. ഇന്നത്തെ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കമ്പനി നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ്. 182-ാമത്തെ വകുപ്പിൽ അവിടെ അത് ഭേദഗതി ഉൾപ്പെടുത്തി. ആ 182-ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് അവരുടെ ലാഭവിഹിതത്തിൻ്റെ 7.5% മാത്രമേ ഏതെങ്കിലും പാർട്ടിക്ക് സംഭാവനയായി നൽകാൻ കഴിയൂ. അതായിരുന്നു ഒരു നിയന്ത്രണം കമ്പനി നിയമത്തിലെ 182-ാമത്തെ സെക്ഷൻ പ്രകാരം. ആ പരിധി എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് 100% ലാഭവും ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി കൊടുക്കാം എന്ന സാഹചര്യം എത്തി. ക്യാപ്പ് എടുത്തു കളഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കമ്പനി നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ നിയന്ത്രണം എന്ന് പറയുന്നത് ബോർഡ് അംഗങ്ങൾ അറിഞ്ഞുകൊണ്ടും ആ ബാലൻസ് ഷീറ്റിൽ ആർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നതുകൂടി രേഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. ആ നിയന്ത്രണവും എടുത്തു കളഞ്ഞു. ബാലൻസ് സ്റ്റേറ്റ്മെന്റിൽ വേണ്ട. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 ഭേദഗതികൾ കൊണ്ടുവരുന്നത് കമ്പനി നിയമത്തിലാണ്. അതിനുശേഷമാണ് ഫിനാൻസ് നിയമത്തിലെ ഈ ഭേദഗതി സർക്കാർ കൊണ്ടുവരുന്നതും അത് ചർച്ചയില്ലാതെ, പ്രതിപക്ഷത്തിൻ്റെ ചർച്ചയില്ലാതെ പാർലമെൻറ്റിൽ പാസ്സാക്കുന്നതും. അപ്പോൾ അവതരിപ്പിച്ചത് തന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതാണ് രണ്ടാമത്തെ വാദം, അതൊരു നിയമാനുസൃതമായ കുത്തക അഴിമതിയിലേക്ക് വഴിവെച്ചു എന്നതാണ് എൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാദം. എങ്ങനെയാണ് ഇത് സമർത്ഥിക്കാൻ കഴിയുക? 2 രീതിയിൽ അത് സംഭവിച്ചു. 2017 ഫിനാൻസ് ആക്ടിൽ ഭേദഗതി വരുത്തിയാണ് 2018 ഈ കടപ്പത്രം കൊണ്ടുവരുന്നത്. ഇന്നേ വരെ 27 തവണ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ഒരൊറ്റ ബാങ്കിനാണ്, SBIക്കാണ്. SBI ഏകദേശം 16,518 കോടി രൂപയുടേതാണ് ഇതുവരെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന കടപ്പത്രത്തിൻ്റെ വാല്യൂ. അതിൽ ഏറ്റവും കൂടുതൽ പറ്റിയിരിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ പങ്കുപറ്റിയിരിക്കുന്നത് BJP ആണ്. അതായത് 55%-ഓളമാണ്, 6,600-ലധികം കോടി രൂപ കഴിഞ്ഞ 2018 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ BJP സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് 9.5% മാത്രമാണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയുടെ ഒരു പ്രധാനപ്പെട്ട സൂചന, ഭരിക്കുന്ന കക്ഷികൾക്ക് മാത്രം. രണ്ടാമത്തെ ഒരു കണക്ക് കൂടി ഞാൻ പറയാം. ആ കണക്ക് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് എന്നത് ഈ നേരത്തെ സുജയെ സൂചിപ്പിച്ച കണക്ക് പ്രകാരം ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടികൾക്ക് മാത്രമാണ് കൂടുതലും കിട്ടിയിട്ടുണ്ടാവുന്നത്. സംസ്ഥാനം ഭരിക്കുന്നതിലെ ഭരണകക്ഷിക്ക്, പ്രതിപക്ഷത്തിനല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. INC, TMC, BJD, DMK, ആം ആദ്മി പാർട്ടി, JDU അടക്കം
ഭരിക്കുന്ന കക്ഷിക്കാണ് കിട്ടുക, പ്രതിപക്ഷ കക്ഷിക്കല്ല. എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായി കമ്പനികളും വ്യക്തികളും നിരന്തരമായി കടപ്പത്രം വഴി പണം പമ്പ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറഞ്ഞത് ഇറ്റ്സ് ലീഗലൈസ്ഡ് മൊണോപ്പൊളൈസ്ഡ് കറപ്ഷൻ, നിയമപരമായി കുത്തകവൽക്കരിക്കപ്പെട്ട അഴിമതി എന്നതാണ് ഞാനതിന് കൊടുക്കുന്ന നിർവചനം, കടപ്പത്രത്തിന് കൊടുക്കുന്ന നിർവചനം തന്നെ. ഇതാണ് രണ്ടാമത്തെ എൻ്റെ ആർഗ്യുമെൻറ്റ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. 2017 1500 രാഷ്ട്രീയ പാർട്ടികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാനാവുക. അതായത് കടപ്പത്രം വരുന്നതിന് മുൻപ്, തിരഞ്ഞെടുപ്പ് ബോണ്ട് വരുന്നതിന് മുമ്പ് 1500 രാഷ്ട്രീയ പാർട്ടികൾ, ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എന്നാൽ 2022 ആകുമ്പോൾ എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലുണ്ടെന്നറിയാമോ? കൃത്യമായ കണക്ക് ഇലക്ഷൻ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ 2858 രാഷ്ട്രീയ പാർട്ടികൾ. എന്താ കാരണം? 1500 നിന്ന് 1300 അധികം രാഷ്ട്രീയ പാർട്ടികൾ 4 വർഷം കൊണ്ട് ഈ രാജ്യത്തുണ്ടാവാൻ എന്താ സംഭവിച്ചത്? രാജ്യമൊന്നാകെ ഈ പറയുന്ന ബഹുസ്വരതയിൽ അഭിരമിച്ചോ? ഇല്ല. പകരം ഒരൊറ്റ കണ്ടീഷനാ, ഈ പണം വാങ്ങണമെങ്കിൽ 1% വോട്ട് മതി എന്നുള്ള പ്രധാനപ്പെട്ട നിബന്ധന വന്നു. അത് ആര് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് മാത്രം കണക്കാക്കിയാൽ മതി. നിങ്ങൾക്ക് ക്യാപ്പില്ലാതെ പണം സ്വന്തമാക്കാം. അത് ആരുടെ മുന്നിലും നിങ്ങൾക്ക് കാണിക്കേണ്ട, ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് കാണിക്കേണ്ട. അതായത് ഞാനൊരു കമ്പനി തുടങ്ങുന്നുള്ളപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും തുടങ്ങിയാൽ എൻ്റെ കമ്പനിയിലെ ലാഭവിഹിതം ടാക്സ് കൊടുക്കാതെ കൃത്യമായി എൻ്റെ പാർട്ടിയിലേക്ക് നിക്ഷേപിക്കാം എന്ന് പറയുന്ന അതിവിദഗ്ധമായ കള്ളപ്പണത്തിൻ്റെ കൂമ്പാരമാണ് കണ്ടത്. കള്ളപ്പണം നിഷേധിക്കാൻ കൊണ്ടുവന്നതല്ല, കള്ളപ്പണത്തെ ലീഗലൈസ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു കടപ്പത്രമാണ് ഇന്ന് സുപ്രീം കോടതി എടുത്ത് ചവിറ്റുകൊട്ടയിൽ ഇട്ടിരിക്കുന്നത്. അത് അടിസ്ഥാനമായി ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടുന്ന അടിസ്ഥാന ഘടകമാണ്. പൗരൻ്റെ മൗലികാവകാശത്തിൻ്റെ ആർട്ടിക്കിൾ 91 ലംഘനമാണ് എന്നതാണ് നാലാമത്തെ വാദം. അതതിൻ്റെ സാങ്കേതികമായ വാദമാണെങ്കിലും പ്രധാനപ്പെട്ട വാദമാണ്. ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് തെരഞ്ഞെടുപ്പ് കടപ്പത്രം വിഘാതമാകുന്നുവെന്ന് ഈ സുപ്രീം കോടതി കണ്ടെത്തിയത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വിധി കേന്ദ്ര സർക്കാരിൻ്റെ മുഖമടച്ചു കിട്ടിയ അടിയാണ്, BJPക്ക് മുഖമടച്ചു കിട്ടിയ അടിയാണ്. ഇനിയെല്ലാം പുറത്തു വരാൻ പോകുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിനകത്ത് ടെക്നിക്കലി നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ജനുവരി, ഏപ്രിൽ തുടങ്ങിയ മാസങ്ങളിലാണ് ഈ കടപ്പത്രം വിതരണം. ഈ വിധി വന്നിരിക്കുന്ന ദിവസം എന്നാ ഓർമ്മിക്കൂ, ഫെബ്രുവരി 15 ആ വിധിയിൽ ഒരു ഭാഗമുണ്ട്. എന്താ ഭാഗം? കടപ്പത്രം വിതരണം ചെയ്തിട്ട് ബാങ്കിൽ പോയി കടപ്പത്രം ക്യാഷാക്കി മാറ്റിയിട്ടില്ലാത്ത പാർട്ടികൾ ആ കടപ്പത്രം തിരിച്ച് ബാങ്കിന് കൊടുക്കുകയും ബാങ്ക് അത് വാങ്ങിയ ആളുകൾക്ക് തിരിച്ച് ആ പണം കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. കടപ്പത്ര വിതരണം കഴിഞ്ഞതെന്ന ജനുവരി മാസം 20 ഇപ്പോൾ തീയതി എന്ന ഫെബ്രുവരി 15. എത്രയാ കാലാവധി? 15 ദിവസം. ആ വിധിക്ക് നിയമപരമായ എന്ത് സാങ്ക്ടിറ്റിയാണ് പ്രാക്ടിക്കലി ഉള്ളതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ നോട്ടാക്കി ക്യാഷാക്കി മാറ്റാനുള്ളവർ ക്യാഷാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിധിയിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഭാഗം കൂടിയുണ്ട് എന്നെനിക്കൊരു സംശയം കൂടിയുണ്ട്. പക്ഷേ വിധിയെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. സ്മൃതി, ശരി, ഇതിലിപ്പോൾ വിധി തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടി തന്നെയാണ്. കാരണം 2017 അരുൺ ജെയ്റ്റ്ലിയുടെ കണ്ടുപിടുത്തമാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് കോടതിയിലേക്ക് പോയത്? ഇതിലേക്ക് പോയത് CPM ആണ്, മറ്റൊരു സംഘടന, അതോടൊപ്പം ഒരു കോൺഗ്രസ് പ്രവർത്തനം കൂടി ചേർന്നാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. അപ്പോൾ കോൺഗ്രസ് നേട്ടമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ BJPക്ക് ശേഷം വരുന്നത് കോൺഗ്രസ് ആണ്, അതിനുശേഷം വരുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ലഭിച്ച പണത്തിൻ്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ പക്ഷേ നോക്കൂ, 90% കോർപ്പറേറ്റ് ബോണ്ട് സംഭാവന ലഭിച്ചിരിക്കുന്നത് BJPക്കാണ്. അപ്പോൾ ഇതിലെ വ്യത്യാസം, ഓരോരുത്തർക്കും ലഭിച്ചതിൻ്റെ വ്യത്യാസം നോക്കുമ്പോൾ വലിയ വ്യത്യാസമാണ് വരുന്നത്. നേരത്തെ സുജി ചൂണ്ടിക്കാണിച്ച പോലെ ഈ വർഷം മാത്രം അത് 7 ഇരട്ടിയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി പറഞ്ഞതാണ്. അശാന്തമായ ജനാധിപത്യത്തിൻ്റെ കാലത്തെ അവസാനത്തെ അഭയസ്ഥാനമാണ് സുപ്രീം കോടതി എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിനെതിരായ അതിന് വിരുദ്ധമായ ഒരു നടപടിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കോടതി തടയിട്ടിരിക്കുന്നത്. അതോടൊപ്പം പൗരൻ്റെ അവകാശത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രൂപത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ സുതാര്യമാകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ സുപ്രധാനമായ സുപ്രീം കോടതി വിധി എന്നാണ് പറയാനുള്ളത്. ഇതിൽ കോടതി വിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പിരിക്കാനുള്ള ഇലക്ട്രിക് ബോർഡ് സംവിധാനം ഭരണഘടനാ വിരുദ്ധം എന്ന് കോടതി പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്, അറിയാനുള്ള അവകാശം മൗലികമായതിനാൽ ആര് പണം നൽകിയെന്നുള്ളത് മറച്ചുവെക്കാൻ പറ്റില്ല. അറിയാനുള്ള അവകാശം അത് ജനത്തിൻ്റെ അവകാശമാണ്. മൂന്നാമത്, കള്ളപ്പണം തടയാനുള്ള നടപടികൾ മൗലികാവകാശത്തിൽ കടന്നു കയറിയാകരുത്, ജനത്തിൻ്റെ അവകാശത്തിൽ കയറിയാവരുത് ഈ കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്. അടുത്തത്, ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ SBI 3 ആഴ്ചയ്ക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. മാർച്ച് 15 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം. മാർച്ച് 15 പല കാര്യങ്ങളും പുറത്തു വരാനിരിക്കുന്നു, പുറത്തു പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അവസാനം പറഞ്ഞത് തന്നെയാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം എന്നുള്ളതാണ്.
അദാനിയും അംബാനിയും അടക്കം BJPക്ക് എത്ര രൂപ കൊടുത്തു എന്ന് പൊതുജനം അറിയാൻ പോകുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ല എന്ന് നമുക്ക് പറയാം. അത് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനം, ഈ രീതികൾ, പ്രചാരണ രീതി, ഏതൊക്കെ രീതിയിൽ BJP മുന്നോട്ട് പോയി, ഏതൊക്കെ രീതിയിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ടെടുക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ഇന്ന് പോലും ഇന്ത്യ മുന്നണിയിൽ പിളർപ്പാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊരു വലിയ ചലനം സൃഷ്ടിക്കും. തെരഞ്ഞെടുപ്പിൽ ഒരു വിശദമായ ഒരു വിശകലനത്തിലേക്ക്, ജനം ഇത് തിരിച്ചറിയുന്ന ഒരു കാര്യത്തിലേക്ക് ഇത് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ 2017 ഫിനാൻസ് ആക്ട് പ്രകാരം വിവിധ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണല്ലോ ഈ ഇലക്ട്രിക് ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത്. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഈ 20,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സംഭാവനകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം. ഇതാണല്ലോ നമ്മൾ നേരത്തെ പാർട്ടികൾക്ക് ഇവിടെ CMR കൊടുത്തതിൻ്റെ പൈസയുടെ കണക്ക് പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. 3 വർഷത്തെ അറ്റാദായത്തിൻ്റെ ശരാശരി എടുത്ത് അതിൽ 7.5% മാത്രമേ ഒരു കമ്പനിക്ക് സംഭാവന നൽകാൻ കഴിയൂ. ഇതായിരുന്നു മുൻപുണ്ടായിരുന്ന നിയമം. അതാണ് പൊളിച്ചത്. ഇതെല്ലാം റദ്ദാക്കിക്കൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. സുപ്രീം കോടതി ഇതിനെപ്പറ്റി പറഞ്ഞ എന്താണ്? നിയന്ത്രണമില്ലാത്ത കോർപ്പറേറ്റ് സംഭാവന തിരഞ്ഞെടുപ്പിനെ കമ്പനികൾക്ക് സ്വാധീനിക്കാവുന്ന അവസ്ഥയുണ്ടാക്കുമെന്നുള്ളതാണ്. ഇതിനകം തന്നെ ഇത്തരം കമ്പനികൾക്ക് എന്തൊക്കെ ഉദാരമായി നൽകിക്കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈ സംഭാവനയുടെ ഫലമായിട്ടായിരിക്കാം പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പുള്ള പല ചർച്ചകളിലും പല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ഏതൊക്കെ ഈ തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് പ്രചാരണം നടന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ആരുടെ ഒക്കെ ഒപ്പമാണ് പ്രധാനമന്ത്രി പ്രചാരണത്തിന് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിദേശകാര്യ സന്ദർശനത്തിൽ എങ്ങനെ ഈ കോർപ്പറേറ്റുകൾ കൂടെ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതിനൊക്കെ ഒരു സുതാര്യത കൈവരുന്നു. അതായത് അഴിമതി രഹിതമാണ് എന്നുള്ള ആവർത്തിച്ചുള്ള വാദമുണ്ടല്ലോ. BJP അഴിമതിരഹിതമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം ചൂണ്ടിക്കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് എന്ത് ഉദാരമായ സംഭാവന നൽകി എന്നത് വ്യക്തമാക്കേണ്ടി വരുന്ന ഒരു വലിയ സാഹചര്യത്തിലേക്കാണ് വരുന്നത്. 10 വർഷം കിട്ടിയ തുക ഏകദേശം 5 വർഷം കൊണ്ട് പാർട്ടികളുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ലഭിച്ച പണത്തിൽ 55% BJP എന്ന ഒറ്റ പാർട്ടിയിലേക്കാണ് പോയിട്ടുള്ളത്. ആ കണക്ക് നോക്കുമ്പോൾ കോൺഗ്രസിന് കിട്ടിയത് വെറും 10%. അതെ, 2022-23 സാമ്പത്തിക വർഷത്തിൽ BJPക്ക് 719 കോടി കിട്ടിയപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് വെറും 79 കോടി. 7%, 7 ഇരട്ടിയാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പണം ആരൊക്കെ കൊടുത്തു എന്നറിയുന്നത് SBIക്ക് മാത്രമാണെന്ന് നമുക്കറിയാമല്ലോ. ഈ SBI വഴി കൊടുത്ത ആൾക്കും അറിയാം. അപ്പൊ കോൺഗ്രസിന് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതും BJPക്ക് അറിയാനാകും. അവർക്കെതിരെയും വേണമെങ്കിൽ പ്രവർത്തിക്കാം സർക്കാരിന്. അതാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഘടകമാണ്. പല കാര്യങ്ങളും ഇങ്ങനെ പുറത്തേക്ക് ജനങ്ങൾ അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു ഏർപ്പാടിനാണ് ഇപ്പോൾ സുപ്രീം കോടതി തടയിട്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തെ ഉയർത്തിക്കാണിക്കുന്ന ഒരു വിധിയെന്ന് ഞാൻ ഒരു വരി കൂടി പറയണം. നേരത്തെ സുജയ പറഞ്ഞല്ലോ CPM ഫണ്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇല്ല കേട്ടോ, CPM മാത്രമാണ് ഇന്ത്യ രാജ്യത്തിലെ ഒരേ ഒരു ഞാൻ പറഞ്ഞത്. CPM അടക്കമുള്ള പാർട്ടികൾ 5% താഴെ ദേശീയ തലത്തിൽ വോട്ടുള്ള ആ പാർട്ടികൾക്കും ഇത് കിട്ടാൻ അർഹതയല്ല, വേണ്ട എന്ന് പറഞ്ഞു. CPM മാത്രമാണ് ഇന്ത്യയിൽ ഒരേ ഒരു പാർട്ടി ഇലക്ടറൽ ബോണ്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് സുപ്രീം കോടതിയിൽ പോയത്. അത് ഈ നിമിഷം CPM എന്ന് പറയുന്ന പാർട്ടി ആ നിലപാടിന്റെ പേരിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്ത്. അതുകൂടി നമ്മൾ പറയണം. ഉണ്ണിബാലകൃഷ്ണൻ, നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചും ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചും ഇന്നത്തെ ദിവസം വളരെ സുപ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും സുതാര്യമായി നടക്കേണ്ട പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു ഘടകങ്ങളും സ്വാധീനിച്ചുകൂടുക. അതാണ് ഒരു നല്ല ജനാധിപത്യത്തിൻ്റെ ലക്ഷണം. എന്നാൽ അതിന് വിഘാതമാകുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും ആ നിയമത്തെ ജുഡീഷ്യറിയിൽ നിന്ന് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ സംബന്ധിച്ചും ഇതൊരു സുവർണ്ണ ദിനമാണ്. ഇനി നമുക്ക് നോക്കാം, SBI വഴിയാണല്ലോ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിതരണം. ഒരേ ഒരു ബാങ്കിനെ ഇലക്ട്രൽ ബോണ്ട് നൽകാനുള്ള അവകാശമുള്ളൂ, അത് SBI ആണ്. അത് വളരെ പ്രധാനമാണ്. അതിലേക്ക് പിന്നീട് വരാം. എന്താണ് ഒരു ഇലക്ട്രൽ ബോണ്ട്? 1000 രൂപയുടെ ബോണ്ടുണ്ട്, 10,000 രൂപയുടെ ബോണ്ടുണ്ട്, 1 ലക്ഷം രൂപയുടെ ബോണ്ടുണ്ട്, 10 ലക്ഷം രൂപയുടെ ബോണ്ടുണ്ട്, 1 കോടി രൂപയുടെ ബോണ്ടുണ്ട്. ഇങ്ങനെ 5 ബോണ്ടുകളുണ്ട്. നിങ്ങൾക്ക് SBIയിൽ പോയിട്ട് ഇഷ്ടം പോലെ ബോണ്ടുകൾ വാങ്ങാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് നൽകാം. ഇവിടെ ഈ പുതിയ നിയമം 2018 പാസ്സാക്കിയ നിയമം അനുസരിച്ച് നിങ്ങളിപ്പോൾ SBIയിൽ പോയിട്ട് ബോണ്ട് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണം. എന്നാലേ നിങ്ങൾക്ക് ആ ബോണ്ട് വാങ്ങിക്കാൻ കഴിയൂ. നിങ്ങളത് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. എത്ര രൂപയാണ് ഈ സംഭാവനയായി ലഭിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വെളിപ്പെടുത്തണം. പക്ഷേ ഇവിടെ ഞാനാണ് SBIയിൽ നിന്നൊരു ബോണ്ട് വാങ്ങി BJPക്ക് കൊടുക്കുന്നതെങ്കിൽ
എൻ്റെ പേര് BJP വെളിപ്പെടുത്തണ്ട. ഇതാണല്ലോ ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് അജ്ഞാതനായിരുന്നു കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയെയും സഹായിക്കാൻ കഴിയും. അങ്ങനൊരു സൗകര്യമാണ് ഈ നിയമത്തിലൂടെ വന്നത്. നോക്കൂ, ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 2018 മുതൽ 2023 വരെയുള്ള 5 വർഷത്തെ കണക്ക്, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ 16,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാജ്യത്ത് വിവിധ ആളുകൾ, വിവിധ കമ്പനികൾ സംഭാവന നൽകിയിരിക്കുന്നത്. 16,000 കോടി രൂപ. ഇതിൽ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 57% കിട്ടിയിരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് BJPക്കാണ്. അത് 9,120 കോടി രൂപയാണ്. എന്നാൽ രാജ്യത്തെ പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടി, ദേശീയ പാർട്ടി കോൺഗ്രസിന് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ലഭിച്ചിരിക്കുന്നത് കേവലം 925 കോടി രൂപയാണ്. അതായത് 10 ഇരട്ടിയാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമുണ്ട്. മണി ആൻഡ് പൊളിറ്റിക്സ് ഇത് രണ്ടും കണക്റ്റഡ് ആണ് എന്ന് സുപ്രീം കോടതി പറയുന്നു. പണവും രാഷ്ട്രീയവും ഒരമ്മ പെറ്റ 2 മക്കളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തിനാണ് ഞാൻ സംഭാവന നൽകുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനി കനത്ത സംഭാവന നൽകുന്നത്? ഇന്നത്തെ കാലത്ത് നമുക്കറിയാം 1 രൂപ പോലും ആരും ഒരാൾക്കും സൗജന്യമായി നൽകില്ല. അപ്പോൾ ഞാൻ 1 രൂപ മറ്റൊരാൾക്ക് നൽകുന്നെങ്കിൽ 2 രൂപയുടെ തിരിച്ച് പ്രത്യുപകാരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം പറയുന്നു മണിയും പൊളിറ്റിക്സും ഒരമ്മ പെറ്റ 2 മക്കളെ പോലെയാണ് എന്നിരിക്കെ ഈ 9,120 കോടി രൂപ എന്തിനാണ് BJPക്ക് നൽകിയത്, ഭരിക്കുന്ന പാർട്ടിക്ക് നൽകിയത്? നോക്കൂ, അവിടെ കരാറുകൾ ലഭിക്കും, ലൈസൻസുകൾ ലഭിക്കും, പാട്ടങ്ങൾ ലഭിക്കും, ഇനി ചില ലോണുകൾക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലഭിക്കും. ഈ രീതിയിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക്, വ്യക്തികൾക്ക് നൽകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് വലിയ രീതിയിൽ ഈ ആളുകൾ ഈ സംഭാവന നൽകുന്നത്. അത്ര ഔദാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി വേണമെങ്കിൽ നയം മാറ്റാൻ പറ്റും ഒരു സർക്കാരിന്. അതായത് ഇപ്പോൾ ടെലികോം സെക്ടർ മുഴുവൻ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതൊരു നയം മാറ്റമാണ് സർക്കാരിൻ്റെ. അപ്പോൾ എന്താ, 10 പേർ അവിടെ ബിഡ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ടാവും. അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഈ നയം മാറ്റുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ അജ്ഞാതനായിരുന്നുകൊണ്ടാണല്ലോ ഞാൻ ഈ പണമൊക്കെ നൽകുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതായത് ഞാനിപ്പോൾ 100 കോടി രൂപ കൊണ്ടുപോയിട്ട് BJPക്ക് കൊടുക്കുന്നു. BJP ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ BJPയെ കുറിച്ച് പറയുന്നത്. BJPക്ക് കൊടുക്കുന്നു. എന്നാൽ ഞാൻ അജ്ഞാതനായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് അനുകൂലമായൊരു തീരുമാനം BJP സർക്കാർ എടുക്കുന്നു. അതിൻ്റെ ഗുണഭോക്താവാണ് ഞാൻ എന്ന് ആരും അറിയുന്നതേയില്ല. അതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കുരുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാവുന്നൊരു നിയമമായിട്ടാണ് ഇത് നിന്നിരുന്നത്. അതിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി എടുത്ത് കളഞ്ഞത്. ഇനി നേരത്തെ സ്മൃതി പറഞ്ഞ പ്രശ്നം, SBIയിലേക്ക് പോകുന്നു, ഞാൻ ഒരു ബോണ്ട് വാങ്ങിക്കുന്നു. ബോണ്ട് വാങ്ങിക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ നേരെ ഈ പൈസ കൊണ്ടുപോയി കോൺഗ്രസ്സിന് കൊടുക്കുന്നു. കോൺഗ്രസ് അവിടെ പോയി വെളിപ്പെടുത്തുന്നു, എനിക്ക് ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ പേര് പറയുന്നില്ല. SBI പൊതുമേഖലാ ബാങ്കാണ്. അപ്പോൾ ആർക്കാണ് ഈ ബോണ്ട് കൊടുത്തത് എന്നുള്ളത് കൃത്യമായി SBIയുടെ ഡാറ്റയുണ്ട്. അതേപോലെ തന്നെ ഇതെവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഡാറ്റയുണ്ട്. കാരണം അത് റിഡീം ചെയ്യാനായിട്ട് തിരിച്ചിങ്ങോട്ടേക്കാണ് വരിക. ആ ബോണ്ട്, ഞാൻ കൊടുത്തിരിക്കുന്ന ബോണ്ട് റിഡീം ചെയ്യാനായിട്ട് SBIയിലേക്ക് തന്നെ വരിക. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക? ആർക്ക് പണം, ആര് ബോണ്ട് വാങ്ങി, അത് ആര് കൊടുത്തു എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിന് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താ? അങ്ങനെ അറിഞ്ഞാൽ ഇപ്പം ഞാൻ 500 കോടി രൂപ കോൺഗ്രസിന് കൊടുത്തു, 50 കോടി രൂപയാണ് BJPക്ക് കൊടുത്തത്. ഞാനൊരു വ്യവസായിയാണെങ്കിൽ എന്നെ പീഡിപ്പിക്കാൻ പറ്റും. ഇതൊരു ഭയങ്കരമായ ഡാറ്റയാണ്. ഈ സാധ്യത കൂടി ഇതിനകത്ത് നിലനിന്നിരുന്നു. അപ്പോൾ അതെല്ലാമാണ് ഈ ഇതിനകത്ത് എടുത്തു കളഞ്ഞത്. ഇതിനകത്ത് അരുൺ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ വാക്കിന്ന് പിന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് എ ലീഗലൈസ്ഡ് കറപ്ഷൻ. അതെ, അപ്പോൾ ലീഗലൈസ്ഡ് കറപ്ഷൻ ആണെന്ന് മാത്രമല്ല, പിന്നെ ഈ പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മനോഹരമായൊരു വാക്കാണ് ഇന്ന് സുപ്രീം കോടതി ഉപയോഗിച്ചത്, ഇൻഫർമേഷൻ ബ്ലാക്ക് ഹോൾ. ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ തമോഗർത്തം എന്നാണ്, ഒരു ശാസ്ത്രത്തിലൊരു വാക്കാണ് തമോഗർത്തം. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ ഇരുണ്ട ഗർത്തം എന്ന് വിളിക്കുന്നത്. ഇതൊരു ഇൻഫർമേഷൻ ബ്ലാക്ക് ഹോൾ ആണെന്നും കൂടി സുപ്രീം കോടതി പറഞ്ഞു. എന്താണ്, ആരാണ് ഈ പണം കൊടുത്തത്, ആർക്കാണ് ഈ നേട്ടമുണ്ടായത് എന്നൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ, എൻ്റെ വിവരാവകാശത്തിന്, അത് മൗലികാവകാശമാണ് ഇന്ത്യയിൽ, ആ മൗലികാവകാശത്തിനെതിരാണ് എന്നാണ് സുപ്രീം കോടതി ഇന്ന് കണ്ടെത്തിയത്. സുപ്രീം കോടതി ഒറ്റ കാര്യമേ ഇതിനകത്ത് പരിശോധിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയാനുള്ള അവകാശം ഒരു ജനാധിപത്യ സമൂഹത്തിലുണ്ട്. അത് മൗലികാവകാശമായി അംഗീകരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ആ മൗലികാവകാശം, ആ ഫണ്ടമെൻ്റൽ റൈറ്റ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കോടതി കണ്ടെത്തി. ആ ഒറ്റ തീരുമാനത്തിൽ 3 നിയമങ്ങൾ മാറ്റപ്പെട്ടു. കമ്പനി നിയമം മാറ്റപ്പെട്ടു, ഈ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ ആക്ട് മാറ്റപ്പെട്ടു, അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് മാറ്റപ്പെട്ടു. സ്വാഭാവികമായിട്ടും, അതായത് ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി 3 നിയമങ്ങൾ കേന്ദ്ര സർക്കാർ മാറ്റിയിരുന്നു. ആ 3 നിയമങ്ങൾ സ്വാഭാവികമായും റദ്ദാക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട്
ഈ പറഞ്ഞ ഈ വലിയ രീതിയിൽ പണം സംഘടിപ്പിക്കുക. നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 9,120 കോടി രൂപ പിന്നെ ഈ 18 മുതൽ 23 വരെ കിട്ടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. 10,000 കോടി എന്ന് കണക്ക് കൂട്ടാൻ എളുപ്പത്തിൽ നമുക്ക് വയ്ക്കാം. ഈ 10,000 കോടി രൂപ BJPയുടെ കയ്യിലെത്തി എന്ന് പറഞ്ഞാൽ 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. 20 കോടി രൂപയ്ക്ക് അടുത്തൊരു മണ്ഡലത്തിൽ ചിലവാക്കാനുണ്ടാകും. 20 crores. ഇനി വേണ്ട, ഒരു കണക്ക് തിരിച്ചിട്ട് 18 കോടി രൂപ മിനിമം ചിലവാക്കാൻ പറ്റും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. 543 എന്ന് പറയുന്നത് മീഡിയ സ്പേസ് വാങ്ങിക്കാം, വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് പൈസ കൊടുക്കാം, അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും അഡ്വർടൈസ്മെന്റ് നടത്താം. പണശക്തി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമാണ്. ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിന് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് പണശക്തി ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു നിങ്ങളുടെ എതിരാളികൾക്ക് പണശക്തി ഇല്ലാതാക്കുക കൂടി ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ 9,120 കോടി രൂപ BJPയുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ 925 കോടി രൂപ മാത്രമാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് 2 കോടി. അതായത് 20 കോടി BJP ഒരു മണ്ഡലത്തിൽ ചിലവാക്കുമ്പോൾ 2 കോടി രൂപയാണ് കോൺഗ്രസിന് ചിലവാക്കാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പണശക്തി? ഒരു ബൂത്ത് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ബൂത്ത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ എത്ര രൂപ വേണമെന്നറിയാം. ആളുകൾ വെറുതെ ഒന്നും ഈ പ്രചാരണത്തിനൊന്നും ഇറങ്ങില്ല. ഈ പറയുന്ന സ്ക്വാഡ് വർക്കിന്, വീട് വീടാന്തരം കയറി ഇറങ്ങുന്നതിന് അവർക്ക് ഭക്ഷണം, കുടിവെള്ളം, യാത്ര ഇതെല്ലാം നൽകണം. അങ്ങനെ ഒരു മെഷീനറി പ്രവർത്തിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി ആരാണെന്നെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റൂ ആളുകൾക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കി എതിരാളികൾക്ക് കിട്ടേണ്ട പൈസ കൂടി കിട്ടാതാക്കി അവരെ ദുർബലരാക്കുക എന്നൊരു ഒരു നീക്കം കൂടി ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഞാൻ ദീർഘ അവസാനിപ്പിക്കുന്നത്, ഇതൊരു നല്ല വിധിയാണ്. ഈ വിധി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചും ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചും പ്രതീക്ഷ നൽകുന്നൊരു വിധിയാണ്, പ്രതീക്ഷ നൽകുന്നൊരു ദിവസമാണ്. അറിയപ്പെടാതിരിക്കാനുള്ള അവകാശം കോർപ്പറേറ്റുകൾക്കുണ്ട്, അറിയാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. ഇതാണ് കോടതിയിൽ ഏറ്റുമുട്ടിയത്. ഇൻഫർമേഷൻ പ്രൈവസി ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ, ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കോടതി നിന്നത് അറിയാനുള്ള പൗരന്റെ അവകാശത്തിനോടൊപ്പമാണ്, അറിയപ്പെടാതിരിക്കാനുള്ള കോർപ്പറേറ്റിന്റെ ഗൂഢാവശ്യത്തിനല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ആ അറിയപ്പെടാതിരിക്കാനുള്ള ചിലരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു പിരിവ്, ഒരു പണപ്പിരിവ് നടന്നിരുന്നു. ഇലക്ട്രൽ ബോണ്ട് അല്ല, സ്പോൺസർഷിപ്പ് എന്ന പേരിൽ നവകേരള സദസ്സ്, കേരളീയം അവിടെ നിൽക്കട്ടെ. ഇലക്ട്രൽ ബോണ്ടിൽ ഈ അറിയപ്പെടാതിരിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് നവകേരള സദസ്സുമാണ്. ആ ഇക്വേഷനെ ശരിയല്ല, ഇക്വേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അറിയാനുള്ള അവകാശം കേരളത്തിലെ പൗരന്മാർക്കുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇതുവരെ പബ്ലിക് ഡൊമൈനിലേക്ക് കേരളീയത്തിനായി നടത്തിയ പണപ്പിരിവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് എന്തുകൊണ്ടാണ് നവകേരള? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഡോക്ടർ അരുൺ, അസ്വസ്ഥനാകാതെ പൂർത്തിയാക്കട്ടെ. ഞാൻ കേരളം എന്ന് പറഞ്ഞപ്പോഴേ താങ്കൾ ചാടി BJPയുടെ കള്ളപ്പണത്തെ ന്യായീകരിക്കുന്നുണ്ടോ? BJPയുടെ കള്ളപ്പണവും BJPയും ഒക്കെ വിടൂ. ഞാൻ പറഞ്ഞത് അറിയാനുള്ള അവകാശത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട്. നവകേരള സദസ്സ് സർക്കാരിന്റെ ചെലവിൽ നടത്തിയ യാത്രയാണ്. അതിനിടയിൽ സ്പോൺസർമാരിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ട്. അത് ആരിൽ നിന്നൊക്കെയാണ്? സർക്കാരിന്റെ ചെലവിൽ സർക്കാർ നടത്തിയ യാത്രയാണ്. അല്ല, താങ്കളുടെ വാക്കുകൾ തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ താങ്കൾ തന്നെ ഒരു ടാഗ് ലൈൻ ഇട്ടല്ലോ. സർക്കാരിന്റെ പാക്കിംഗ്. അങ്ങനെ നടത്തിയ ഒരു യാത്രക്കിടെ നടത്തിയ പണപ്പിരിവ്, കേരളീയം എന്ന് പറയുന്ന ഒരാഴ്ചത്തെ ബ്രാൻഡിംഗ് എക്സസൈസിന് നടത്തിയ പണപ്പിരിവ്, അതൊക്കെ എന്തുകൊണ്ടാണ് സഭയിലേക്ക് പോലും വരുന്നില്ല? നിയമസഭയിൽ അല്ല, ഇത് ഞാൻ പറയുന്ന അവിടെയും ഞാൻ പറയുന്ന പോയിന്റ് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കും. താങ്കളൊന്ന് സഹിഷ്ണുത വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടെയും അജ്ഞാതമായി നിൽക്കുകയാണ് ആ സോഴ്സ്. ആ അജ്ഞാത സോഴ്സിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴേ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ നമുക്ക് അത്രയും വേണ്ട, നമുക്ക് പറഞ്ഞു പോകാം. ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച പണത്തെക്കുറിച്ചോ വെളിപ്പെടുത്താതിരിക്കുന്നതിനെയോ ഞാൻ ഒരു വരി കൊണ്ടെങ്കിലും ന്യായീകരിച്ചോ? ന്യായീകരിച്ചില്ലല്ലോ. പക്ഷേ ഇവിടെയും അതുപോലെ തന്നെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അത് ആപ്ലിക്കബിൾ ആണ്. കേരളത്തിൽ ഗിവൺ സിറ്റുവേഷൻ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് ഇനിയും പിരിക്കാൻ പോവുകയാണ്. ഇവിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ധനസമാഹരണം തന്നെയാണ് ലക്ഷ്യം. ബക്കറ്റ് പിരിവല്ല, സ്പോൺസർഷിപ്പ് പിരിവ്. ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന നിലപാടെടുത്ത ഒരൊറ്റ പാർട്ടി തന്നെ ചെയ്യുന്ന സർക്കാരിന്റെ ചെലവിലേക്ക് സ്പോൺസർഷിപ്പ് നൽകിയാൽ അത് ഓഡിറ്റ് ചെയ്യേണ്ട ബാധ്യത സർക്കാരിനുണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. ഓഡിറ്റ് ചെയ്യുക മാത്രമല്ല, ആ ഓഡിറ്റ് ചെയ്ത ഫണ്ട്, അത് പറയാൻ തയ്യാറല്ല. പണം ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സർക്കാരിന് മേശപ്പുറത്ത് വെച്ചേ പറ്റൂ. ആ കാര്യത്തിൽ തർക്കമില്ല.
ശരി, എൻ്റെ ചോദ്യം ഇതാണ്, പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ട് RTIയുടെ പരിധിയിലുണ്ടോ? PM കെയർ ഫണ്ടിനെ കുറിച്ച് ദുരിതാശ്വാസ നിധിയിലെ പണമെടുത്ത് വകമാറ്റി ചെലവഴിച്ചതിനെ കുറിച്ചുള്ള കണക്ക് മറുഭാഗത്തുണ്ടല്ലോ. പ്രൈം മിനിസ്റ്റർ കെയർ ഫണ്ട് RTIയിലുണ്ടോ? PM കെയർ ഫണ്ട് RTIയുടെ കീഴിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ കാര്യം? PM കെയർ ഫണ്ട് അത് തീരുമാനമെടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ പറയുന്നത് പാർട്ടികളുടെ പിരിവിനെ കുറിച്ചാണ്. BJP ഇലക്ട്രൽ ബോണ്ട് വഴി ഇത്ര 10,000 കോടി അതിനെതിരെ പാർട്ടി പിരിവാണോ? പാർട്ടി പിരിവാണ്. റെസിപ്റ്റ് ഇല്ലല്ലോ, ഇല്ലാതെയാണ് പിരിക്കാനുള്ള ഉത്തരവാദിത്വം പിരിക്കുന്നത് ഈ സ്പോൺസർഷിപ്പ് കൊടുക്കേണ്ടത് ആരാണ്? വഴിയാണ് ആരാണ് സ്വീകരിക്കേണ്ടതെന്നും ആ പണപ്പിരിവിനായിട്ട് കളക്ടർ മുതൽ താഴേക്കുള്ള ജനപ്രതിനിധികളെ ഉപയോഗിച്ചത് എങ്ങനെയാണെന്നുള്ളത് നവകേരള സദസ്സിന്റെ നടത്തിപ്പിനിടെ ആ കാലയളവിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേരളി കളക്ടറെ കൊണ്ട് പിരിപ്പിക്കുന്നത് ആരാണ്? രാഷ്ട്രീയ സ്വാധീനമാണ്. നിസ്സഹായരായി നിൽക്കുകയാണ്. പാർട്ടി സംവിധാനം. ഡോക്ടർ അരുണിന് ഇപ്പോൾ ആവശ്യം എന്താണ്? എനിക്ക് ആവശ്യമൊന്നുമില്ല. പ്രൈം മിനിസ്റ്റർ കെയർ ഫണ്ട് RTIയിലുണ്ടോ ഇല്ലയോ? പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ പാർട്ടിയെ കുറിച്ച് തന്നെ പറയണം. CPIM ഇലക്ട്രൽ ബോണ്ട് എനിക്കറിയില്ല, നിങ്ങൾ രണ്ടുപേരും ബോണ്ട് വിഷയത്തിൽ ഒരു സർക്കാരിന്റെ ഫണ്ടുമായി യോജിപ്പിക്കാൻ എന്റെ നിലപാട്. ഒന്നാമത്തെ കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യമില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനവും എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ള ഒരു വലിയ ഗൂഢാലോചനയാണെന്ന് സുപ്രീം കോടതി പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ അതും സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ പാർട്ടി നടത്തുന്ന ഒരു അഴിമതിയുമായി ചേർത്ത് അല്ലെങ്കിൽ അതുമായി ചേർത്ത് താരതമ്യം പറ്റില്ല. രണ്ട് കാര്യം രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയോ എന്ന് പറഞ്ഞാൽ കമ്പാരിസന് പറ്റിയ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇത് കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് സുജയ സമ്മതിച്ചില്ല. അതൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ സ്മൃതി പറഞ്ഞാണ് അതിന്റെ ശരിയായ കാര്യം. വെച്ചാൽ ഞാനത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും സുതാര്യമായി നടക്കേണ്ട പ്രക്രിയ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ എനിക്കും താങ്കൾക്കും സംശയമില്ല. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പറയുന്ന കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്ക് പണമൊഴുക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന രീതിയിൽ നടത്തിയിരുന്നത്. സംഭാവന ലീഗലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ആ ഇലക്ട്രൽ ബോണ്ടിനെ അതെ, ആ ഇലക്ട്രൽ ബോണ്ട് പാടില്ല എന്നും അത് ലീഗലൈസ്ഡ് കോടതിയായ സുപ്രീം കോടതിയാണ്. ആ ലീഗലൈസ്ഡ് കറപ്ഷൻ പാടില്ല എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ബ്ലാക്ക് ഹോൾ ആണ് ഉണ്ടായിരിക്കുന്നതെന്നും എല്ലാ പൗരന്മാർക്കും ജനാധിപത്യ സംവിധാനത്തിൽ അന്തിമ വിധി വന്നിട്ടില്ലല്ലോ, വരട്ടെ. നിങ്ങൾ അവിടുന്ന് പോയി, അന്തിമ വിധി വരട്ടെ. ഇല്ല, മേൽക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. 9 അംഗ ബെഞ്ചിന്റെ ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടപ്പാക്കില്ലല്ലോ. അല്ല, മേൽക്കോടതി പരിഗണിക്കുമ്പോൾ അതാണ് അന്തിമ തീരുമാനം. മേൽക്കോടതി ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുകയാണ്. ഇല്ലെങ്കിൽ നടപ്പാക്കട്ടെ. എന്തുകൊണ്ട് പിണറായി വിജയൻ പിന്നോട്ട് അല്ല? നിങ്ങൾ ഡോക്ടർ അരുൺ എന്റെ വായിൽ ഡോക്ടർ അരുൺ എന്റെ വായിലേക്ക് വാചകങ്ങൾ തിരുകേണ്ടതില്ല. താങ്കൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. എല്ലാ സുപ്രീം കോടതി വിധിയും താങ്കൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ശബരിമല വിധിയെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? വെരി ക്ലിയർ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം ഇവിടുത്തെ പിണറായി സർക്കാരിന്റെ അഴിമതിയുമല്ല. നമ്മുടെ വിഷയം ഇത് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന സുപ്രധാനമായ വിധിയാണ്. താരതമ്യം ഒരു തരത്തിലും പറ്റുന്നതല്ല. ഒന്ന് പറഞ്ഞോട്ടെ, നമുക്ക് അതിനുശേഷം ഇത് അവസാനിപ്പിക്കണോ ഉണ്ണി ബാലകൃഷ്ണൻ, അത് തുടരണോ? അല്ല, ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതായിരുന്നു, വിധി തിരിച്ചടിയോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 4, നോ എന്ന് 0. Meet the editors.